നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നല്ല മുഹൂർത്തം, ഒരു ദിവസത്തെ ഏറ്റവും നല്ല മുഹൂർത്തം എപ്പോഴാണെന്നറിയാമോ? ഉറങ്ങുന്നതിന് മുമ്പും എണീക്കുമ്പോഴുള്ള 5 മിനിറ്റുകളാണ്. ഉറങ്ങുന്നതിന് മുമ്പുള്ള 5 മിനിറ്റ് നിങ്ങൾ പ്ലാൻ ചെയ്യണം. നാളത്തെ നിങ്ങളെ, മറ്റന്നാളത്തെ നിങ്ങളെ അല്ല. കാരണം ഇനി കയ്യിൽ വരാൻ പോണ ഇന്ന് മാത്രമേ ഉള്ളൂ, നാളെ മാത്രമാണ്. അപ്പൊ നാളത്തെ നിങ്ങളെ ഡിസൈൻ ചെയ്യാനായിട്ട് ഇന്ന് ഉറങ്ങണതിന് 5 മിനിറ്റ് പ്ലാൻ ചെയ്തിട്ടേ കിടക്കാവൂ. റെഡി? ഇന്ന് മുതൽ ഉറങ്ങുന്നതിന് മുമ്പ് 5 മിനിറ്റ് നാളത്തെ നിങ്ങളെ ഡിസൈൻ ചെയ്തിട്ടേ ഉറങ്ങാവുള്ളൂ എന്നുള്ള പ്രതിജ്ഞ എടുക്കുക. ഓക്കെ ആണോ അനീഷ് ബ്രോ? പ്ലഡ്ജ് ആണല്ലോ. എണീക്കാൻ നേരത്ത്, നാളെ എണീക്കാൻ നേരത്ത് ആ 5 മിനിറ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് അങ്ങനെയൊക്കെയാണ്. ഈ കാര്യം മാത്രം ചെയ്ത് 50% ലൈഫിൽ സക്സസ് ആണ്. കാരണം ഈ കാര്യം ചെയ്യുന്നവർ വേൾഡിൽ 5% ഉള്ളൂ. ഈ കാര്യം ഒന്ന് ചെയ്യാതുകൊണ്ടാണ് നിങ്ങൾ വേൾഡിൽ 20% ഗണത്തിലേക്ക് കയറിയിരിക്കുന്നത്. വേൾഡിൽ 20% താഴേക്കുള്ളവർക്കും ഭയങ്കര നല്ലൊരു വീടുള്ളവരല്ല, നല്ല വണ്ടിയുള്ളവരല്ല, നല്ല ജീവിത സൗകര്യങ്ങളുള്ളവരല്ല, ഒന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ചെയ്തിട്ട് അല്ലല്ലോ നിങ്ങളായിരിക്കുന്നത്. ഇത് ചെയ്തവരാണ് വേൾഡിൽ 5-ലുള്ളത്. അപ്പൊ 5-ലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. ഈ 2 കാര്യം ചെയ്താൽ മതി. എണീക്കുന്നതിന് മുമ്പുള്ള 5 മിനിറ്റ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും പറയാം? നിങ്ങൾക്ക് ടൈമിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ടൈമിനെ ഡിവൈഡ് ചെയ്യാൻ പഠിക്കണം. അക്കൗണ്ട്സ്, ഇപ്പൊ ഞാൻ ചെയ്യുന്ന ടെക്നിക്ക്, ഇപ്പൊ 2-3 സബ്ജക്റ്റുകളുടെ അക്കൗണ്ട്സ് നോക്കണം. അപ്പോൾ ചില ആഴ്ചകളിൽ ചില ദിവസം ഞാൻ ആ 8 മണി മുതൽ 10 മണി വരെ ആ കമ്പനിയുടെ അക്കൗണ്ട്സ് ആയിരിക്കും നോക്കണം. വേറെ ഒരു കോൾ കൊടുക്കൂല. ഫോണൊക്കെ മാറ്റി വെച്ച് ലാപ്പിലായിരിക്കും. ഫോൺ ലാപ്പിൽ പേരുണ്ട്, അതെല്ലാം കട്ട് ചെയ്യും. കാരണം കോൾ വന്ന ചില കോൾ കണ്ട്, ഇപ്പോൾ എൻ്റെ ഇടക്കായിരിക്കും നിങ്ങളുടെ കോൾ വരുന്നപ്പോൾ അന്ന് എടുത്തു പോകും. വേണ്ട, കണ്ടാലേ കുഴപ്പമില്ല, എടുക്കില്ല, കാണില്ല, അക്കൗണ്ട്സ് നോക്കണ്ടായി. അപ്പം ഇങ്ങനെ ടൈം ഫിക്സ് ചെയ്തിരിക്കുക. പിന്നെ രാവിലെ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ വക്കീലന്മാരെ മാത്രമേ വിളിക്കുള്ളൂ, വേറെ ആരെയും വിളിക്കില്ല, വേറെ ആരെയും കോൾ അറ്റൻഡ് ചെയ്യൂല. അങ്ങനെ ഞാൻ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട്, ടൈം ഡിവൈഡ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകണം. അല്ലെ തീരൂല, വർക്ക് ലോഡ് കൂടുതലാണ്, തീരൂല. നിങ്ങൾ അങ്ങനെ ആ ലെവലിലേക്ക് പിടിച്ചാലുണ്ടല്ലോ, നിങ്ങൾക്ക് ഒബ്സ്റ്റക്കിൾസ് ഒന്നുമില്ലല്ലോ. നിങ്ങൾക്ക് വക്കീലന്മാരോട് സംസാരിക്കേണ്ട കാര്യമില്ല, പോലീസുകാരോട് സംസാരിക്കേണ്ട കാര്യമില്ല, വേറെ ഒന്നുമില്ല, വേറെ ഓരോ ഒബ്സ്റ്റക്കിൾസും ഇല്ല. ബിസിനസ് മാത്രം. ടൈമിനെയും കൂടി ഡിവൈഡ് ചെയ്ത് വിട്ടാലുണ്ടല്ലോ, പിടിച്ചാൽ കിട്ടൂല നിങ്ങൾ. ഞാൻ ഈ പറയുന്ന കാര്യം, നിഷാംബൈ, എനി ഡൗട്ട്? ഫോർ മോർ ഡീറ്റെയിൽസ് യു വാണ്ട്? ചോദിച്ചോ, എന്നോട് ചോദിച്ചു. ഫിനാൻഷ്യൽ പ്രോബ്ലം വരുമ്പോൾ ഫീൽഡ് ഉണ്ട്, അത് ഞാൻ പഠിപ്പിച്ചത് എങ്ങനെ കാശ് മേടിക്കണം. അത് ചില ടൈമില് ഈ പറഞ്ഞ നമ്മുടെ മൈൻഡിനനുസരിച്ച്, ബാങ്കിന്റെ കാര്യത്തിനനുസരിച്ച് നമ്മൾ മൊത്തത്തില് പ്രതികരിക്കുക. ഇപ്പൊ കോടികളുടെ ലൈബിലിറ്റി ഒക്കെ വന്നു നിൽക്കുമ്പോൾ ഫീൽഡിൽ താങ്ങൂല. ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്ത് പോകാൻ പറ്റും. അല്ല, അത് ഞാൻ അതിന്റെ ടെക്നിക്സ് പറഞ്ഞുതരാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. എത്ര 12 ഉള്ളൂ. അല്ല, 12 ലക്ഷം ഫീൽഡിൽ നിന്ന് അപ്പൊ കവർ ചെയ്യാൻ പറ്റുന്നതല്ല. ഇതെന്നറിയാം, ഫിനാൻഷ്യൽ പ്രോബ്ലം ആകുന്നത് എപ്പോഴാണ്? പ്രോബ്ലം ആകുന്നത് ശരിക്കും നമുക്ക് പ്രോബ്ലമായിട്ട് ഫീൽ ചെയ്യുന്ന എപ്പോഴാണ്? അതായത് ആ ടൈം കഴിയുമ്പോൾ അല്ലേ? ഷബീബായി ഇവിടെ ഞാൻ പറയുന്നു 15-ാം തീയതി സെറ്റിൽ ചെയ്യാം. 15-ാം തീയതി വരെ എനിക്ക് ടെൻഷൻ ഉണ്ടോ? ഇല്ല. 15-ാം തീയതി കഴിഞ്ഞ് എനിക്ക് ടെൻഷനായി അല്ലേ? ഇതിനെങ്ങനെ ഓവർകം ചെയ്യാം? അതിന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. 14-ാം തീയതി ആവുമ്പോൾ എനിക്ക് വരാനിരിക്കുന്ന ടെൻഷൻ ഷെബിബായിക്ക് കൊണ്ടേ കൊടുത്തേക്കുക. മനസ്സിലായ? ഇല്ല, അങ്ങനെയല്ല. 14-ാം തീയതി ചെല്ലുക, അങ്ങോട്ട് ചെല്ലണം. അതെ, റിയലി സോറി, 1 മാസം കൂടി ടൈം വേണം. വളരെ ഹംബിളായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ
ചെറിയ ടെൻഷൻ പിന്നെ അവിടെയല്ലേ ഉള്ളൂ. എനിക്ക് ഞാൻ ഫ്രീ ആയില്ല ഒരു മാസത്തേക്ക് കൂടി. അല്ല അത് പിന്നെ അതിനുള്ള വഴി നമ്മൾ കണ്ടിട്ടുണ്ടാവണം. ഒരു മാസത്തേക്ക് ഇത് പറഞ്ഞിട്ട് വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. തരും അങ്ങോട്ട് ചെന്നാൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. 99.999% കിട്ടും. ഒക്കേഷൻസ് ഉണ്ടാവും 0.01% കമ്മ്യൂണിക്കേഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് പറയാൻ കാരണം ഞാൻ ഈ സംസാരിക്കുന്നത് ഒരു ട്രെയിനറുടെ ക്ലാസ്സിൽ പോയിട്ട് കേട്ട് വന്ന് പറഞ്ഞ കാര്യങ്ങളല്ല ഞാനിവിടെ പറയുന്നത്. ഞാനിപ്പോ എൻ്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ ഡെയിലി ഉള്ള എക്സ്പെൻസ് കാര്യങ്ങൾ കവർ ചെയ്ത് പോവുക, അതൊരു ടാസ്ക്കാണ്. അത് ഓക്സിയിൽ നിൽക്കുമ്പോൾ സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്. നമ്മളിപ്പോ ഒന്ന് പോയിന്റ് വിൽ പവർ അല്ലേ. എന്ന് നിങ്ങൾക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുന്നു, അതേ ഉള്ളൂ അതിന്റെ സാരം. എന്ന് നിങ്ങൾക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുന്നു അന്ന് ലോകത്തെ ജയിക്കാം. കൃത്യമായുള്ള വിഷൻ ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ ഒരു ദിവസം മുമ്പേ പറ്റും, ചിലപ്പോൾ ഒരു ദിവസം ലേറ്റ് ആയാലും നമുക്ക് 100% എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. ദെൻ എന്ന് നിങ്ങൾക്ക് നിങ്ങളെ കവർ ചെയ്യാൻ സാധിക്കുന്നു അന്ന് ലോകത്തെ ജയിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും.